രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. മനുഷ്യന്റെ രക്തം കൊണ്ടോ മൃഗങ്ങളുടെ രക്തം കൊണ്ടോ ജീവജാലങ്ങളുടെ രക്തം കൊണ്ടോ കഴുകിയാൽ ആ കറ മാറുകയില്ല. കറ മാറുവാൻ പാപമില്ലാത്ത പുണ്യാഹമായ ഒരു രക്തം ഈ ഭൂമിയിൽ ചൊരിയപ്പെടേണ്ടിയിരുന്നു. അതിനുവേണ്ടി 2024 വർഷങ്ങൾക്ക് മുമ്പ് സർവേശ്വരനായ ദൈവം മനുഷ്യനായി, എന്നെ പോലെ നിങ്ങളെ പോലെ മനുഷ്യനായി ഭൂതലത്തിൽ അവതരിച്ച് 33.5 വർഷം ഈ യുഗത്തിൽ ജീവിച്ച് മനുഷ്യന് വേണ്ടി നന്മ മാത്രം ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതോച്ചാടനം നടത്തി, പ്രതിസന്ധിയിലായിരുന്ന ആളുകൾക്ക് സൗഖ്യം കൊടുത്തു. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. മാനസിക രോഗിയായി കല്ലറകളിൽ പാർത്ത ഒരു മനുഷ്യനെ കുറിച്ച്. ഗദരദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാനസിക രോഗം ബാധിച്ച് കല്ലറകളിൽ പാർത്ത ഒരു മനുഷ്യൻ. അവനെ കുറിച്ച് ബൈബിൾ പറയുന്നത് 6000 ഭൂതാത്മാക്കൾ അവന്റെ മേൽ പ്രവേശിച്ചിട്ട് അവൻ സ്വയം കല്ലുകൊണ്ട് ചതച്ചവനായി, ഒരു തരത്തിലും സ്വസ്ഥതയില്ലാത്തവനായി കല്ലറകളിൽ അവൻ പാർക്കുമ്പോൾ അവനെ തേടി വന്ന ഒരു ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നമുക്കറിയാം, മനുഷ്യന്റെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളെല്ലാം മനുഷ്യർ അവരെ തേടി ചെല്ലണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതാ ഒരു ദൈവം മനുഷ്യനെ തേടി വന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ചില ആളുകളെങ്കിലും വിചാരിക്കും ഞങ്ങൾ മതപ്രചാരകരാണ്. ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടമ്പനാട്ട് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷേ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, എന്റെ മദ്യപാനത്തെ മാറ്റിമറിച്ചത്, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റിമറിച്ചത് ചില വർഷങ്ങൾക്ക് മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ, ജീവിതം താറുമാറായപ്പോൾ, ഞാൻ ചികിത്സകൾ ചെയ്തിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹം എന്നെ രക്ഷിപ്പാനിടയായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങൾ മനുഷ്യരാണോ? നിങ്ങൾ പാപിയാണ്. പാപിയാണോ? രക്ഷ വേണം. രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ മാർഗം. യേശു മനുഷ്യനെ അന്വേഷിച്ചു വന്ന ദൈവമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഗദരദേശത്ത് ഭ്രാന്തനായി ജീവിച്ച ഈ മനുഷ്യനെ ആർക്കും വേണ്ട. അമ്മയ്ക്ക് വേണ്ട, അപ്പന് വേണ്ട, സമൂഹത്തിന് വേണ്ട, ആർക്കും വേണ്ടാതെ കിടന്ന ഈ മനുഷ്യനെ അന്വേഷിച്ച് സർവേശ്വരനായ യേശു, ദൈവമനുഷ്യനായി തീർന്ന യേശു അവനെ അന്വേഷിച്ചെത്തി. ആർക്കും വേണ്ടാത്തവനെ കല്ലറകളിൽ മാത്രം പാർത്തുകൊണ്ട് സ്വയം മരിക്കുവാൻ, ഓരോ ദിവസവും ആത്മഹത്യാ പ്രവണതയുള്ള ആ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ഇറങ്ങിച്ചെന്ന് അവനെ വിടുവിക്കുവാനിടയായി. ഞാൻ നിങ്ങളോട് പറയാം, ഇതിനെ നിങ്ങൾ ഏത് തരത്തിൽ കണ്ടാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണ്? സുവിശേഷത്തിന്റെ പ്രത്യേകത, ഈ സുവിശേഷം വാളെടുക്കാൻ പറയുന്നില്ല, ഈ സുവിശേഷം വടിയെടുക്കാൻ പറയുന്നില്ല, ഈ സുവിശേഷം ഉപദ്രവിക്കാൻ പറയുന്നില്ല. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് മഹത്തരമായ തത്വം പറഞ്ഞ, ലോകത്തിന് ഒരേ ഒരു തത്വം പറഞ്ഞ ഒരേ ഒരു മഹാനായ മഹത്തരമായ ജീവനം കൊണ്ട് താൻ തന്നെ ദൈവമെന്ന് തെളിയിച്ച ഒരേ ഒരാൾ യേശുക്രിസ്തു തന്നെയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പാപത്തിന് പരിഹാരം വരുവാൻ മനുഷ്യന്റെ സംവിധാനങ്ങൾക്ക് കഴിയാതിരുന്നപ്പോൾ, പാപമോചനം നൽകുവാൻ മനുഷ്യന് സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ, മനുഷ്യനെ രക്ഷിക്കുവാൻ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ വന്നു. നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന കലണ്ടർ ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. എന്തിന്റെ അർത്ഥം? നമ്മൾ അറിയണം, 8 മാസവും 2024 വർഷവും ഈ 10 ദിവസവും കഴിഞ്ഞു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച മഹാദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രസംഗത്തിന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ സൂക്തമാണ്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷ പ്രാപിപ്പാൻ മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന്റെ കീഴെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് പാപമോചനം സംഭവിക്കുന്നത്? എനിക്ക് പകരക്കാരനായി യേശു മരിച്ചുവെന്ന് ഒരാൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റുപറയണം. മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല, പൊന്നോ പണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഒന്നും ആവശ്യപ്പെടാതെ നിങ്ങളെയും എന്നെയും സ്നേഹിപ്പാനും എന്നെയും നിങ്ങളെ വിടുവിക്കുവാനും യേശു ഇഹത്തിലേക്ക് വന്നത് ഇന്ന് പകലായിരിക്കുന്നത് പോലെ മഹാസത്യമാണ്. ഇത് രക്ഷയ്ക്കുള്ള ഏക വഴിയാണ്. ഒരാൾക്ക് തിരസ്കരിക്കാം, ഒരാൾക്ക് സ്വീകരിക്കാം. സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ ഓക്സിജൻ എന്ന് പറയുന്ന വായുവിലെ ആ ഘടകമല്ലാതെ മറ്റൊരു ഘടകമില്ലാത്തതുപോലെ മനുഷ്യനെ രക്ഷിക്കുവാൻ
യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ആ നാമം നിങ്ങളെ രക്ഷിക്കുന്നതാണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സമാധാനം തരുവാൻ യേശു മതിയായവനാണ്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക: യേശുവേ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ കാണിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എനിക്ക് സമാധാനം തരണമേ. മരണാനന്തര ജീവിതത്തിൽ നിത്യമായ സ്വർഗത്തിലെത്തിക്കുവാൻ നീയല്ലാതെ മറ്റൊരു വഴിയില്ല. അതിനാൽ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പാകെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളെ രക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. എന്നെ കേട്ട ഏവർക്കും സർവേശ്വരൻ സർവ്വവിധ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കൊച്ചു വാക്കുകൾക്ക് അടിവരയിടുന്നു. സർവശക്തൻ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.